ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് അവസാനം ഏഴിന്റെ പണി ഈ പറയുന്ന മത്സരാർത്ഥികളെല്ലാം കൂടി ബിഗ് ബോസിന് കൊടുക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. ശരിക്കും ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വന്നിട്ടുള്ള ഓരോ മത്സരാർത്ഥികളും അതിൽ ഔട്ടായി പോയ രഞ്ജീത്ത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. രഞ്ജീത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗെയിം കളിക്കുക എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെ നിൽക്കണം എന്ന് കരുതിയിട്ടോ വന്ന ആളല്ല. പുള്ളിക്കാരൻ രാവിലെ എഴുന്നേക്കുന്നു, കുറച്ചു നേരം എല്ലായിടത്തും സംസാരിച്ചൊക്കെ ഇരിക്കുന്നു, ഒന്ന് തുടങ്ങുമായിരുന്നു, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും ഗെയിം കളിക്കണം, സ്ക്രീൻ പ്രസൻസ് കിട്ടണം, പുറത്ത് പ്രേക്ഷകർ ഇങ്ങനെ സംസാരിക്കണം, തന്നെ കുറിച്ച് ഇങ്ങനെ അറിയണം, താനൊരു മാസ് ആണ്, ഹീറോ ആണെന്ന് ആൾക്കാർ ചർച്ച ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഓരോ കോണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ ദിവസവും കുറച്ച് വീക്കായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. വീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ടാസ്ക് ഒന്നും ഇല്ല, നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരുന്ന പ്രത്യേകിച്ചൊരു വാവ് ഫീൽ ഒന്നും ഇല്ല. അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മുറിയിൽ CCTV വെച്ചിട്ട് ആ CCTV നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തില്ലേ, ദേ ഒരാൾ അങ്ങോട്ട് പോകുന്നു. ഇതാണ് സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ബോറടിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് കിട്ടുന്ന ഒന്നുമില്ല. അതിന്റെ ഒരു റീസൺ നമ്മൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് ഏറ്റവും ബെസ്റ്റ് സീസൺ എന്നൊക്കെ എപ്പോഴും പറയുന്നത് നമ്മൾ ബിഗ് ബോസ് സീസൺ 1 ആണ്. കാരണം എന്തെന്നറിയോ, അവരാരും റെഫറൻസ് എടുത്തിട്ടില്ല, എങ്ങനെ കളിക്കണം എന്നൊന്നും റെഫറൻസ് എടുക്കാതെ പോയതാണ്. ഇപ്പൊ അനീഷിനെ കുറിച്ചാണെങ്കിൽ 2 ആഴ്ച പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഒരു ലൈവായിട്ട് നിന്ന ആള് ലാലേട്ടൻ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കാം, ഒന്ന് സൈലന്റ് ആയി. കാരണം എന്താ, വന്നപ്പോൾ ലൈവായിട്ട് ആക്റ്റീവായിട്ട് നിന്നു. അത് തന്നെയാണ് ഇപ്പോഴത്തെ കാരണം. ഈ ഓട്ട മത്സരം നടക്കുമ്പോൾ തുടക്കമേ കയറി ഭയങ്കരമായിട്ട് ഓടിക്കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ടയർഡാവും. പിന്നെ അത് ജയിക്കാൻ നമ്മൾക്ക് ചാൻസ് കുറവാണ്. അതേപോലെ അനീഷ്. പിന്നെ ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഷാരികയെ പോലെ, അല്ലെങ്കിൽ ഷാരിക എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ രേണു സുധി അങ്ങനെ ചെയ്യുന്നതാണോ അല്ലയോ എന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. അത് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഷാരിക എപ്പോഴും പറയാറുണ്ട്, പുറത്ത് എന്നെ ആൾക്കാർ വിലയിരുത്തിയ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇവിടെ വന്നപ്പോൾ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് എടുത്തെടുത്ത് പറയും. അതായത് പുറത്തുള്ള ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വരുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഇന്റൻഷൻസ് ഉണ്ട്. ബിഗ് ബോസിനകത്ത് വരുമ്പോൾ ഇതും കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു റിയൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബിഗ് ബോസ് ഒരു വലിയ ടാസ്ക് കൊടുക്കുകയാണെങ്കിലേ ഇവർക്ക് ഈ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്റർടൈൻ ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇന്നലെ പ്രത്യേകിച്ച് വലിയ ഒരു ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, ആ കൂടി പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ടുള്ള 2 കുട്ടി ഗെയിംസ് ആണ് കൊടുത്തത്. അത് അവർക്ക് റിലാക്സ് ആകാൻ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ അവർ കുറച്ച് പ്രഷറൊക്കെ ആയിട്ട് 2 ആഴ്ച നല്ല ഹൈപ്പായിട്ട് നിന്നതാണല്ലോ. അപ്പൊ ഒന്ന് തണുത്തോട്ടെ എന്ന് കരുതി. പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം വരുന്നതും ഈ ഹൈജീൻ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളാണ്. അതെന്താന്ന് വെച്ചാൽ അത് അനുമോളുടെ ഭാഗത്തും അതിനകത്ത് കുറച്ചധികം പെശക് പറ്റുന്നുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അനുമോൾ ആ സ്ലാബിന്റെ മുകളിൽ കയറി ഇരുന്ന് ഇളക്കിയത് തെറ്റ്. കാരണം അവിടെ ആ ഒരു ടീമിനകത്ത് ഇത്ര ആൾക്കാരുണ്ട്. ആദില, നൂറ, നെവിൻ, അപ്പാനി എല്ലാവരും ഉണ്ട്. അപ്പം അനുവിന് പറഞ്ഞു കൊടുക്കാം ഇതിങ്ങനെ ഇളക്കി ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, അത് അടിക്ക് പിടിക്കാത്ത രീതിയിൽ മൊത്തത്തിൽ ഇളക്കി എടുക്കണം എന്ന് അനുമോൾക്ക് പറയാം. പിന്നെ ചിലർക്കുള്ളൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ കിച്ചണിൽ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളെ കയറ്റാൻ ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് വീടല്ല, ഇത് ബിഗ് ബോസ് ആണ്. പക്ഷെ ആ ബിഗ് ബോസിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യത്തോളൂ എന്ന് പറഞ്ഞ് നിൽക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഈ സ്ലാബിന്റെ മുകളിൽ കയറി ഇരുന്ന് അനുമോൾ ചെയ്തത് തെറ്റാണ്. അപ്പൊ അത് തെറ്റെന്ന് തന്നെ പറയണം. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവരും പറയുന്നത്, ഓക്കെ, ജിസേല് മാവ് കുഴച്ചിട്ട് ആ മാവ് ഉൾപ്പെടെ എടുത്ത് ഈ കക്ഷത്ത് കൊണ്ടുപോയി ചൊറിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ സ്പൂണിൽ അവർ തന്നെ ചുണ്ട് വെച്ച് ആ സ്പൂണിൽ നിന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആ സ്പൂൺ അതേ കണക്ക് കറിക്കകത്തിട്ട് ഇളക്കിയിരുന്നു. അപ്പൊ ഇതൊന്നും ലാലേട്ടൻ കണ്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ അനുമോൾക്ക് സംഭവിക്കുന്ന മറ്റൊരു തെറ്റ് ഞാൻ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അതിപ്പം ആ മൊണ്ണ വിളിയാണെങ്കിലും ഒഴിച്ച് ബാക്കി എല്ലാ ആണുങ്ങളും മൊണ്ണകൾ എന്ന് പറഞ്ഞതിൽ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ആ പറഞ്ഞതൊക്കെ ശരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ലൈവില് ജിസേലിന്റെ ഉടുപ്പ് ശരിയാക്കി കൊടുക്കാൻ നെവിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അതൊരു മൊണ്ണ സ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണ് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇടുങ്ങിയ ചിന്താഗതിയിൽ ചിന്തിച്ച് അത്തരത്തിലൊക്കെ ഫ്രെയിം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും ജിസേലിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി ജിസേൽ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഒരു മൊണ്ണ സ്വഭാവം തന്നെയാണ്. കാരണം റൂളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴും ജിസേലാണ് സൂപ്പർ, അല്ലെങ്കിൽ ഒന്ന് പമ്മി പതുങ്ങി ജിസേലിന്റെ റിയൽ ക്യാരക്ടർ വേറെ ഉണ്ടല്ലോ.
ജിസേലിന് എത്ര വയസ്സുണ്ടെന്നുള്ളത് ആർക്കും അറിയത്തില്ല. എല്ലാവരും 28 വയസ്സെന്ന് പറയുന്നു. പക്ഷേ ജിസേലിന്റെ വിക്കിപീഡിയക്കകത്തുള്ള വയസ്സ് വേറെ, അല്ലാത്തുള്ള സൈറ്റുകളിൽ വയസ്സ് ഏജ് വേറെയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പം ജിസേൽ ഒരു ഫേക്ക് ആണ്. അത് റിയലി ഫേക്ക് ആണ്. റിയൽ ക്യാരക്ടറിൽ വരുമ്പോഴും കുറെ അധികം ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അനുമോൾ അന്ന് പറഞ്ഞ മൊണ്ണ പ്രയോഗത്തിൽ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യാത്തത് അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബാത്റൂമിൽ പോയിട്ട് ആരും വെള്ളം ഒഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്ലഷ് അടിക്കുന്നില്ല. ഇത് പറയുമ്പോൾ ഇന്ന് അങ്ങനൊരു ലൈവിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു. അതായത് അനുമോൾ ആ സ്ലാബിന്റെ മുകളിൽ കയറി ഇരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അക്ബർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ തിരിച്ച് അനുമോള് അക്ബറിനെ നിങ്ങളൊന്നും ബാത്റൂമിൽ പോയാൽ വെള്ളമൊന്നും ഒഴിക്കത്തില്ലല്ലോ, ഫ്ലഷ് ഒന്നും അടിക്കത്തില്ല, അതായത് നിങ്ങൾ വൃത്തി പഠിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അക്ബറിന് അവിടെ ദേഷ്യം വന്നു. കാരണം അത് അക്ബറിനോട് പറയുമ്പോൾ അക്ബർ ചിന്തിക്കുന്നത് എന്താണ്, താനാണ് ബാത്റൂമിൽ പോയി വെള്ളം ഒഴിക്കാത്തത്, അപ്പൊ നീ എന്റെ കൂടെ ബാത്റൂമിൽ കയറിയായിരുന്നോ എന്നിങ്ങനെ ചോദിച്ച് അക്ബർ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്ബറിന്റെ ഫൈറ്റ് അറിയാലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുമോള് ഈ എല്ലാം ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. പകരം ആരാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ ആരൊക്കെയോ കുറച്ചു പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ആ ഹൈജീൻ നോക്കണം എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അനീഷിനെ എല്ലാവരും കോർണർ ചെയ്തിട്ട് അനീഷ് വൃത്തിയില്ലാത്തത് എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ബിന്നി ശരിക്കും പറഞ്ഞാൽ ദേഹം അനങ്ങി പണിയെടുക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് ഈ ബിഗ് ബോസിൽ നിൽക്കുന്നതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, പുള്ളിക്കാരി ഏതു നേരം കുളിച്ച് റെഡിയായി ഒരുങ്ങിയിരിക്കും. അന്ന് ആ ശാരികയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ചെളിക്കകത്തോട്ട് ചാടി വീണെടുക്കുന്ന ടാസ്ക്. ആ ഒരു അവസാന നിമിഷം ബിന്നി അതിൽ നിന്ന് വിട്ടു മാറി നിന്നു. കാരണം എന്ന് വെച്ചാൽ അത് ബിന്നി പോകുന്നില്ല, പകരം ആദില പോയാൽ മതി എന്ന് ആയി. അതിന്റെ റീസൺ ആ ചെളിയിലോട്ട് ചാടാൻ വയ്യ എന്നുള്ള കാരണമായിരുന്നു. ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യന്റെ ദേഹത്തുള്ള ചെളിയൊക്കെ ഇങ്ങനെ കുടഞ്ഞപ്പോൾ അത് ബിന്നിയുടെ ദേഹത്ത് തെറിച്ചതിന്റെ പേര് ബിന്നി ഒരുപാട് ഷൗട്ട് ചെയ്തു. ബിന്നി അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഇപ്പം വെസൽ ക്ലീനിങ്ങിനകത്ത് ബിന്നി ആ ക്ലീനിങ് ഒന്നും കറക്റ്റായിട്ട് ചെയ്തില്ല, പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അത് ബിന്നിക്കുണ്ട്, ബിന്നിയെ കുറിച്ചുണ്ട്. പിന്നെ അപ്പാനി അന്നേരം ബിന്നി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പാനിയും പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു മടിച്ചിയാണ് എന്നുള്ള രീതിയിൽ അപ്പാനിയൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിന്നിക്ക് മേലനങ്ങി പണിയെടുക്കാൻ വയ്യാത്ത ഒരു ക്യാരക്ടർ ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവർ ഹൈജീൻ ആണോ എന്നുള്ള കാര്യത്തിൽ അനീഷ് അങ്ങനെ ഒരു കാര്യം ബിന്നിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അനീഷ് ബാത്റൂമിനകത്ത് കയറുമ്പം പിന്നാലെ നിന്ന് പമ്മി നിന്നിട്ട് അനീഷ് ഫ്ലഷ് അടിക്കുന്നുണ്ടോ, തിരിച്ചിറങ്ങി വരുമ്പോൾ അനീഷിനോട് ഫ്ലഷ് അടിച്ചില്ലല്ലോ, സൗണ്ട് ഞാൻ കേട്ടില്ലല്ലോ എന്നൊക്കെ ബിന്നി ചോദിച്ചത് ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന്റെ പേരിലാണ് അനീഷ് ബിന്നിയെ നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ അതുപോലെ ഷാനവാസും അനീഷും തമ്മിലൊരു വഴക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഷാനവാസിന്റെ ടീം രാത്രി കഴുകും, അനീഷിന്റെ ടീം പകല് കഴുകും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതങ്ങോട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പിന്നെ മൊത്തത്തിൽ ബിഗ് ബോസ് വീട് മിക്കവാറും ഈ ഒരു 100 ദിവസം കഴിയുമ്പോഴത്തേക്കും വൃത്തിയില്ലാത്തൊരു വീടായി മാറും. അതിന് റീസൺ ബിഗ് ബോസും കൂടിയാണ്. കാരണം യുവത്തുങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സും അല്ലെങ്കിൽ അവർക്കൊന്നും വലിയ ഹൈജീനിക് ആകാനുള്ള ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഒരുങ്ങി നടക്കാനൊന്നും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്നും രാവിലെ അവർ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെയാണ് ലൈവില്. പിന്നെ അങ്ങോട്ട് ഒരു മാതൃകാ കുടുംബം എങ്ങനെ ഇരിക്കണം എന്ന് ബിഗ് ബോസിലൂടെ കാണിച്ചു തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഫുഡാണെങ്കിൽ അനുമോള് ഭയങ്കര ജെന്യുവിനായിട്ട് എല്ലാവർക്കും ഫുഡ് കിട്ടണം. അപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു വീടാവുമ്പം എങ്ങനെയായിരിക്കണം, ഒരു അടിപൊളി ഒരു വീട്ടിലേക്ക് നമ്മൾ ഒരു മാതൃകാ കുടുംബം എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയൊന്നും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് ആര്യനൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, അപ്പാനി മറ്റേ കിച്ചണിന്റെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ബിഗ് ബോസ് തന്നെ ഇപ്പൊ ആലോചിക്കുകയാണ്, ഇത്രയും നല്ല കുടുംബത്തിനകത്ത് ഇങ്ങനെ ഞാൻ അടിയുണ്ടാക്കുന്നേ, ഈ കൊച്ചു ടാസ്ക് ഒക്കെ കൊടുത്ത് അവരെ 100 ദിവസം കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാക്സിമം ഇവരെല്ലാവരും ചുമ്മാ അടി ഉണ്ടാക്കണ്ട. പിന്നെ അഭിയൊക്കെയാണ് എനിക്ക് പറയുന്നത്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു അടി ഉണ്ടാക്കിയില്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടത്തില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. പ്രത്യേകിച്ച് അവിടെ അടി ഉണ്ടാക്കാനൊന്നും ഇല്ല ഇപ്പം. അതാണ് ഒരു പ്രശ്നം, ഭയങ്കര ബോറിംഗ് ആണ്. അപ്പം ഏതായാലും ശരി, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.